ജനുവരി 29 അല്ലേ? അതാണല്ലോ ഈ സഭാ സമ്മേളനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. സ്വാഭാവികമായും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റ്. ആ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. കഴിഞ്ഞ 10 വർഷം സർക്കാർ നടപ്പിലാക്കിയ വികസനങ്ങൾ, അതിന് തുടർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന് തുടർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഒപ്പം തന്നെ നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്രത്തിന്റെ വലിയൊരു സാമ്പത്തിക ഉപരോധമുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങനെയായിരിക്കും ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നതടക്കമുള്ള ഒരു സാമ്പത്തിക ദിശാരേഖ കൂടി ഇത്തവണത്തെ ബജറ്റ് നമ്മളോട് പറയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. തീർച്ചയായും മനു, അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സ്വാഭാവികമായും ഏത് രീതിയിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നത് സാമ്പത്തികപരമായി എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ, പരാമർശങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതടക്കമുള്ള കാര്യങ്ങൾ തുടർന്ന് ഇനി ഏത് രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങളുണ്ട്, ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, അതിൻ്റെ തുടർച്ച ഏത് രീതിയിലാണ് സംസ്ഥാനം നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബജറ്റിന് മുന്നോടിയായിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു രൂപം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. പിന്നീട് 29ലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ്. അപ്പോൾ സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിലവിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയ്ക്ക് തന്നെയായിരിക്കും അതിൽ മുൻതൂക്കം നൽകുക രണ്ടാം പിണറായി സർക്കാർ എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും നിരവധി മാറ്റങ്ങൾ ഇതിനകം തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ച ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഊന്നിക്കൊണ്ട് ജനങ്ങളെ ഏത് വലിയ സാമ്പത്തിക പ്രയാസം വന്നാലും ജനങ്ങളെ കൈവിട്ടുകൊണ്ടുള്ളൊരു നടപടി അത് ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും കൂടുതൽ ഊന്നൽ ഉണ്ടാകും. അതിനൊപ്പം തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള പ്രാധാന്യവും ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല മനു.